ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഷീറ്റ് മാസ്കിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റിവ്യൂ എന്ന് വെച്ചാൽ ഒരു ലൈവ് എക്സ്പെരിമെന്റ് പോലെ ഇത് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ മാസ്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷീറ്റ് മാസ്ക് ഒരുപാട് തവണ പല വേരിയന്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇത് സ്മിട്ടൻ എന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ട്രയൽ പോയിന്റ് 1 എന്തോ ഉള്ളൂ ഈ ഒരു മാസ്കിങ്ങിന്റെ ഷീറ്റ് മാസ്കിന്. പൊതുവെ ഞാൻ യൂസ് ചെയ്ത മാസ്കിങ്ങിന്റെ എല്ലാ ഷീറ്റ് മാസ്കും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. സെയിം ടൈം അതിന്റെ ആ ഒരു റിസൾട്ട് നല്ല ഒരു വാവ് എലമെന്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ അതുകൊണ്ടാണ് പൊതുവെ എനിക്ക് ഈ മാസ്കിങ്ങിന്റെ ഷീറ്റ് മാസ്കിനോട് ഒരു പ്രത്യേക താല്പര്യം. അപ്പൊ പൊതുവെ ആൾക്കാർ ഈ ഷീറ്റ് മാസ്കുകൾ എന്ന് പറയുന്ന സാധനം പലർക്കും അറിയില്ലായിരിക്കും. എന്നാൽ ചില ആൾക്കാരെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അത് ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ അത് അതിനെക്കുറിച്ച് ഒന്നെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സെറവും അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫേസിന് ഒരു ഇൻസ്റ്റന്റ് ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു എന്താ പറയുന്ന ഒരു മാസ്ക് പോലെ നമ്മുടെ ഫേസിന്റെ ഷേപ്പിൽ കണ്ണു മൂക്കുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഷീറ്റ് മാസ്കിലേക്ക് നമ്മൾ സെറവും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർത്തിട്ടാണ് ആ ഒരു സെറം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ആ ഒരു സെറത്തിലാണ് ഈ ഒരു ഷീറ്റ് മാസ്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതെടുത്തിട്ട് നമ്മൾ ഫേസിൽ ഇടുമ്പോൾ നമുക്ക് ആ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ ഒക്കെ കിട്ടും. അപ്പൊ ഇതിനകത്ത് ഇവര് പറഞ്ഞിരിക്കുന്നത് സ്കിൻ ലൈറ്റനിങ് എന്നുള്ളതാണ് ഇവരുടെ #. വന്നിട്ട് സ്കിൻ ലൈറ്റനിങ് ആണ്. സോ നമ്മൾ അതാണ് ഇന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞത് സ്മിട്ടൺ എന്നാണ് വാങ്ങിച്ചത്. ഈവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മിട്ടൺ എന്ന് സാധനങ്ങൾ വാങ്ങിക്കാം. ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, സ്മിട്ടന്റെ. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് വാങ്ങിക്കാം. അപ്പം നിങ്ങൾ ട്രയൽ പോയിന്റ് വെച്ച് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ 6 ട്രയൽ പോയിന്റ് വരെ നമുക്ക് ആദ്യത്തെ ഓർഡറിൽ കിട്ടും. എല്ലാ ഓർഡറിലും 6 ട്രയൽ പോയിന്റ് കിട്ടും. അപ്പൊ നിങ്ങൾ ഈ 6 ട്രയൽ പോയിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് അതിനകത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും 6 എണ്ണം നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. 6 എണ്ണം നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനെന്തോ സംതിങ് 199 അല്ലെങ്കിൽ 219 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് എല്ലാം ഈ 6 എണ്ണത്തിനും കൂടെ അത്രേ വരത്തുള്ളൂ. കൂടാതെ തന്നെ അവര് നമുക്ക് ആ സമയത്ത് ഏതാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സ് നോക്കിയിട്ട് ആ ഒരു ഓഫറിൽ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ അവർ തന്നെ അവർക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ കൂട്ടത്തിൽ അയക്കും. അപ്പൊ നിങ്ങളിപ്പോ 6 പ്രൊഡക്റ്റ് വാങ്ങിച്ചെങ്കിൽ ഇപ്പൊ ഓരോ ട്രയൽ പോയിന്റിന്റെ 6 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഫ്രീ ട്രയലും കൂടെ തരുന്നതും കൂടെ വെച്ചിട്ട് ഒരു 6 പ്രൊഡക്റ്റ് നമുക്കൊരു 199 അല്ലെങ്കിൽ 219 ആ ഒരു എമൗണ്ടിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. സോ സ്മിട്ടൺ എന്ന് പറയുന്നത് നമുക്ക് ട്രയൽ പോയിന്റ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കത് വാങ്ങിക്കണോ അല്ലെങ്കിൽ അതിന്റെ ചെറിയ പാക്ക് നമ്മൾ വാങ്ങിക്കുക. എന്നിട്ട് അത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ടോ, നിങ്ങളുടെ ഹെയറിന് സ്യൂട്ട് ആവുന്നുണ്ടോ, എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും. അപ്പൊ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ വലിയ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മതി. ആ ഒരു യൂസ് ആണ് നമ്മുടെ സ്മിട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നോക്കിക്കോളൂ. അപ്പൊ നമ്മൾ ഇനി ഈ പൊട്ടറ്റോയുടെ ഷീറ്റ് മാസ്കിലേക്കാണ് പോകുന്നത്. തൊണ്ടായിരുന്നു. ഓക്കെ, പൊട്ടറ്റോയുടെ ഷീറ്റ് മാസ്കിൽ ഇവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പൊട്ടറ്റോ എന്ന് പറയുന്നത് വേരിയസ് വൈറ്റമിൻസും അതുപോലെ മിനറൽസും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ സ്കിന്നിന് നമ്മൾ നോർമൽ ആയിട്ട് ഈ പൊട്ടറ്റോ ജ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഗ്ലോ ആകാൻ വേണ്ടിയിട്ടും ഡാർക്ക് സ്പോട്ട് പോകാൻ വേണ്ടിയിട്ടും പോസിന് വരെ നമ്മൾ എന്ത് ചെയ്യാൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പൊട്ടറ്റോ ജ്യൂസ് യൂസ് ചെയ്യാറുണ്ട്. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഐസ് ക്യൂബ് പോലെ ആക്കിയിട്ട്. അപ്പൊ അതൊക്കെ ഈ പൊട്ടറ്റോ ജ്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സ്കിൻ കെയറിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പൊട്ടറ്റോ. അപ്പൊ ഇവർ അത് തന്നെ പറയുന്നുണ്ട്, പൊട്ടറ്റോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക് സ്പോട്ടിനെ മാറ്റും, അതുപോലെ തന്നെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്കിന്ന് ഭയങ്കര ഗ്ലോ ആകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവരത് സ്കിൻ ലൈറ്റൻ ചെയ്യും എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവര് ഫസ്റ്റ് പറയുന്നത്. പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്നും അവർ ഹൈഡ് ചെയ്തിട്ടില്ല, എല്ലാം ഇവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് എങ്ങനെയാണ് ഡയറക്ഷൻ ഓഫ് യൂസ് ആണ് ഇവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ ഓഫ് യൂസ് ആണ്. ആദ്യം ഇത് പൊട്ടിക്കുക, എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കണ്ണിന്റെ ഏരിയയിൽ നിന്ന് നമ്മൾ മാറ്റുക, കുട്ടികൾക്ക് കൊടുക്കാണ്ടിരിക്കുക, എല്ലാവരും എഴുതുന്ന പോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ദെൻ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിത് പൊട്ടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇതുണ്ടോ, കാണുന്നില്ലല്ലേ? ഓക്കെ, ഇങ്ങനെ സെറം ഉണ്ട്, ഇതിനകത്തും സെറം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവസാനം ഒന്ന് മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്തുള്ളതും കൂടി എടുക്കാം. ഇത് നമുക്ക് അൺഫോൾഡ് ചെയ്തെടുക്കാം. തോന്നുന്നു. ഓക്കെ, ഞാനിത് എപ്പോഴും ഉണ്ടല്ലോ ഈ ഷീറ്റ് മാസ്ക് എടുക്കുന്ന സമയത്ത് ഞാൻ മറന്നു പോകുന്ന കാര്യമാണ്. അതായത് ഈ മൂക്കിന്റെ ഈ ഒരു ഭാഗം ഉണ്ടോ, എനിക്ക് കാണുന്നില്ല അല്ലേ? ഈ മൂക്കിന്റെ ഈ ഒരു ഭാഗത്ത് ഇതിങ്ങനെ മടങ്ങിയിരിക്കുന്നുണ്ടാവും. ഞാൻ എപ്പോഴും ആ മടങ്ങിയിരിക്കുന്ന അങ്ങനെ തന്നെ വെച്ചേക്കും.
അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ദെൻ ഈ മൂക്ക് എങ്ങോട്ടാണോ മടങ്ങിയിരിക്കുന്നത് അതാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിന്റെ അകം വശം, അതാണ് ഫേസിലേക്ക് പോകേണ്ടത് എന്നാണ് എനിക്ക് ഇത്രയും നാള് ഫേസ് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ട് മനസ്സിലായിരുന്നത്. സോ നമുക്കിനി ഇത് അപ്ലൈ ചെയ്യാം. അയ്യടാ എന്താ അസുഖം, കറക്റ്റ് എന്റെ മൂക്കിന്റെ സൈസ് കൂട്ടിയ പോലെ. ഞാൻ വിചാരിച്ചു ഈ ഷീറ്റ് മാസ്കിന്റെ അത്രയും തന്നെ ഉണ്ടാവും എന്റെ ഫേസ്, പക്ഷെ ഇല്ല. ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കുറച്ചു നേരം മിണ്ടാതിരിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. കാരണം അപ്പൊ അത് ഇവിടുന്ന് ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോരാണ്ട് നല്ല രീതിക്ക് നമ്മുടെ ഫേസിലേക്ക് ഈ സെറവും ഇതിനകത്തുള്ള നല്ല നല്ല കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉപകാരപ്പെടും. സോ നെക്കിൽ നമുക്ക് കയ്യിൽ പറ്റിയ സെറം കൂടെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്ക് നമ്മുടെ തന്നെയാണല്ലോ. അപ്പൊ ഇനി ഇതിനകത്ത് പറയുന്നത് ഓക്കെ 15 to 20 minutes നമ്മുടെ ഷീറ്റ് മാസ്ക് വയ്ക്കാം. എല്ലാ ഷീറ്റ് മാസ്കുകളും പൊതുവെ ആ ഒരു ടൈം തന്നെയാണ് പറയുന്നത്. ദെൻ ജെന്റലി മസാജ് ആൻഡ് എക്സസ് സെറം ഫോർ യൂസ്. ഓക്കെ, എക്സസ് ആയിട്ടുള്ള സെറം നമ്മൾ ഏതെങ്കിലും ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് റിമൂവ് ചെയ്യുക, ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുക. ജെന്റലി ഒരു മസാജോട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും എന്നാണ് പറയുന്നത്. സോ നമുക്കൊരു 20 minutes ടൈം ഉണ്ട്. ആ ടൈമിൽ എനിക്ക് എന്റെ നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. വേറെ നെയിൽ പോളിഷ് ആണെങ്കിൽ 20 മിനിറ്റ് ഉണ്ടല്ലോ, വെറുതെ കളയണ്ടല്ലോ. അപ്പൊ എനിക്ക് ആക്ച്വലി ഒരു വഴിക്ക് പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ട്. എന്റെ ഫേസ് കുറച്ച് ഡള്ളായിട്ടിരിക്കുന്ന ടൈമാണ്. നല്ല ഡള്ളായിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇതുപോലത്തെ സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഈ ടൈമിൽ തന്നെ ഇട്ടത് കേട്ടോ. അപ്പൊ എനിവേസ് നമുക്ക് 20 മിനിറ്റിന് ശേഷം കാണാം. അപ്പൊ ആക്ച്വലി ഓൾമോസ്റ്റ് ഇത് ഉണങ്ങിയിട്ടോ, ഓൾമോസ്റ്റ് എന്നല്ല നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വലിഞ്ഞു ഉണങ്ങുമൊന്നുമില്ല. ഇതിപ്പോ ടൈം വന്നിട്ട് ഉണ്ടോ, ജസ്റ്റ് 4 സെക്കൻഡ് 3 2. നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ സമയമൊക്കെ കൃത്യമായിട്ട് ഓർക്കില്ല. പിന്നെ അയ്യോ എപ്പോഴാണ് തുടങ്ങിയതൊന്നും അറിയില്ല. അങ്ങനെ ചിലപ്പോൾ നല്ലതാണ് കുറച്ച് കൂടുതൽ സമയമൊക്കെ വെക്കും, പക്ഷെ ചിലപ്പോൾ നമ്മൾ കുറവ് സമയമൊക്കെ വെക്കുള്ളൂ. സോ ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു ടൈമർ സെറ്റ് ചെയ്ത് വെച്ചേക്കും. സോ ഞാൻ എൻ്റെ നെയിൽ പോളിഷ് ഒക്കെ ആ സമയത്ത് കൊണ്ട് ഇട്ടു. ഇനി നമുക്കിത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ചെറിയ രീതിക്ക് മസാജും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. റിമൂവ് ചെയ്യുമ്പോൾ ചുണ്ട കൊട്ടി പിടിച്ചു പോയി. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? നല്ല നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ഗ്ലോ വന്നു. കറക്റ്റ് ആണ് ഇവർ പറയുന്നത്. സ്കിൻ ലൈറ്റനിങ് ആണ് കേട്ടോ. നല്ല രീതിക്ക് സ്കിൻ ലൈറ്റൻ ചെയ്യും. നമുക്ക് ഇതിനകത്ത് ഉള്ള സെറവും കൂടി ചുമ്മാ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ, ഇതിനകത്തൊക്കെ എടുക്കാം. ഇതൊന്നുമില്ലേ? സാധാരണ ഇതിനകത്തൊക്കെ സെറം ഉണ്ടാവാറുണ്ട്, ഒന്നുമില്ല. ആ സാറില്ല. ജെന്റിൽ മസാജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക്, എനിക്കാണ് എൻ്റെ ഡാർക്ക് സർക്കിൾ ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുക. കാരണം ഡാർക്ക് സർക്കിളിന്റെ ഞാനിപ്പോൾ പിൽഗ്രിമിന്റെ ഒരു ഡാർക്ക് സർക്കിൾ ക്രീമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അണ്ടർ ഐക്ക് വേണ്ടിയിട്ടുള്ള. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങടെ ഒരു ഭയങ്കര സിവിയർ കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീം അല്ല. കാരണം നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോബ്ലം ഉള്ളെങ്കിൽ അത് യൂസ് ചെയ്താൽ നമുക്ക് നല്ല രീതിക്ക് ഒരു റിസൾട്ട് കിട്ടും. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ ഇതിപ്പോ സിവിയർ ആണ്. നിങ്ങൾക്ക് കണ്ടോ, ഇവിടുത്തെ കളറും കൂടെ വെച്ച് നോക്കിയാൽ നല്ല രീതിക്ക് വ്യത്യാസമാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് മാറി. കാരണം ഇവിടെ അമ്മയ്ക്ക് വയ്യാതിരുന്നോണ്ടൊക്കെ നമുക്ക് ഉറക്കമൊന്നും പ്രോപ്പർ അല്ല. ഇപ്പോഴും അതങ്ങനെ ശരിയായി വരുന്നതേ ഉള്ളൂ ഉറക്കത്തിന്റെ കാര്യമൊക്കെ. സോ അപ്പൊ അതുകൊണ്ട് ഈ ഡാർക്ക് സർക്കിൾസിന്റെ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാകുമെന്നാണ് തോന്നുന്നത്. സോ എനിവേ മൂക്കുത്തി ഉള്ളവർ മൂക്കുത്തിയിൽ ഉടക്കാണ്ട് നോക്കണം കേട്ടോ. ആയി നല്ലൊരു റിഫ്രഷിങ് ഫീല്. കുറച്ച് ചെവിയിലും കൊടുത്തേക്കാം. ഓക്കെ, ഇനി അവർ പറയുന്നത് എന്താണ്, നമുക്ക് എക്സസ് ആയിട്ടുള്ള സെറം ഒന്നെങ്കിൽ, ഞാനിത് ഒത്തിരി ഒന്നുമില്ല, പൊതുവെ ഞാനിത് അങ്ങനെ ഫേസിലേക്ക് അങ്ങ് അബ്സോർബ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഊതി കൊടുക്കുകയൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ അവർ പറഞ്ഞിരുന്നത് ഒരു കോട്ടൺ ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൺ പാഡ് വെച്ചിട്ടോ റിമൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഒരു കോട്ടൺ ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാം. പക്ഷെ എനിക്കെന്തോ മനസ്സ് വരുന്നില്ല വൈപ്പ് ചെയ്യാൻ. കാരണം ഒരു ഗ്ലോ കണ്ടോ, നല്ല നല്ല ഒരു ഗ്ലോ വന്നു എന്റെ ഫേസിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ വൈപ്പ് ചെയ്യേണ്ടിരുന്നാലും ബിക്കോസ് എനിക്ക് അമ്പലത്തിൽ പോകണം. അപ്പൊ ഞാൻ
കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുവാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഷീറ്റ് മാസ്ക് ഇടുവാണെങ്കിൽ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന ആ ഫേസ് ഒന്ന് മാറി കിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെടുത്ത് ഇട്ടത്. അടിപൊളി. എന്റെ നെയിൽ പോളിഷും എന്റെ ഫേസും കൂടെ നോക്കുമ്പോൾ അടിപൊളിയല്ലേ. ഇതെന്റെ അനിയത്തിയുടെ നെയിൽ പോളിഷ് ആണ് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഈ ഗ്രീൻ അവൾക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ലൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് ഇഷ്ടം. അപ്പൊ അവള് പോയ സമയത്ത് ഇതൊന്നും കൊണ്ടുപോയില്ല, ഇതെല്ലാം നീ എടുത്തു എന്ന് പറഞ്ഞു വെച്ചിട്ട് പോയി. നല്ല കുട്ടി. എന്റെ ഫേസിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, കോട്ടൺ പാഡ് വെച്ച് വൈപ്പ് ചെയ്യേണ്ടി വന്നില്ല. ഫേസിലേക്ക് ഇതാ ഈ സെറം എല്ലാം അങ്ങ് അബ്സോർബ് ആയിട്ടുണ്ട്. അതും നല്ലതാണ്. അപ്പൊ കണ്ടല്ലോ, ഇതിന്റെ എമൗണ്ട് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്ന് സ്മിട്ടൺ അല്ലാണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എമൗണ്ട് 39 റുപ്പീസ് ആണ്. 99 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഭയങ്കര നഷ്ടമാണ് നമ്മൾ അങ്ങനെ വാങ്ങിക്കുന്നത്. സോ നിങ്ങൾ സ്മിട്ടൺ ഡൗൺലോഡ് ചെയ്യുക, ഇത് വാങ്ങിക്കുക. എവിടെയെങ്കിലും പോകാനായിട്ട് റെഡി ആവാൻ നിൽക്കുകയാണ്. ഇപ്പോ തലേ ദിവസം നമുക്ക് സ്കിൻ കെയർ ചെയ്യാം, അല്ലെ സ്കിൻ കെയർ നമ്മൾ എല്ലാ ദിവസമൊക്കെ ചെയ്യുമല്ലോ. ഇപ്പൊ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇടാനൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റന്റ് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഗ്ലോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും ഏത് ഷീറ്റ് മാസ്ക് ആയിക്കോട്ടെ, അതിനകത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഹൈഡ്രേഷൻ കിട്ടും. ഇതിപ്പോ സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ബ്രൈറ്റനിങ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഏതൊരു ഷീറ്റ് മാസ്ക് ഫേഷ്യൽ ഷീറ്റ് മാസ്ക് എടുത്താലും നല്ല രീതിക്ക് ഹൈഡ്രേറ്റഡ് ആകും, നല്ല രീതിക്ക് സ്കിൻ ഗ്ലോ ആകും. അപ്പോൾ നല്ല ഏതെങ്കിലും ഒരു 2-3 ഷീറ്റ് മാസ്ക് നിങ്ങൾ കയ്യിൽ വാങ്ങി വെച്ചിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുവാണ്, ടാൻ ആയിട്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ സാധനം എടുത്തിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കാര്യം കഴിഞ്ഞു. അതിനുശേഷം നമ്മളിത് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാർ ഈ ഷീറ്റ് മാസ്ക് ഇട്ടതിന് ശേഷം പിന്നെ പോയി ഫേസ് വാഷ് ചെയ്യുക, അത് ഭയങ്കര പക്ക വേസ്റ്റ് ആണ്. അങ്ങനത്തെ ചെയ്യരുത്. എല്ലാം നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ വെച്ചിട്ട് നോൺസെൻസ് ആയിട്ടുള്ള കാര്യം ചെയ്ത് നശിപ്പിക്കരുത്. ഇത് നമ്മളൊരു സെറം കണക്കിനെയാണ്. നമ്മുടെ ആ ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മണ്ടയിലോട്ട് ഇപ്പൊ നമ്മൾ എന്താണോ സെറം ഇട്ടതിന് ശേഷമുള്ള നമ്മുടെ നെക്സ്റ്റ് മേക്കപ്പിന്റെ സ്റ്റെപ്പ് ഏതാണോ ആ ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ നെക്സ്റ്റ് വന്നിട്ട് സൺസ്ക്രീൻ ആയിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ആയിരിക്കും ഇടുന്നത്. സോ ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ഒരു ഫേഷ്യൽ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും ആളുകളുടെ ഡൗട്ടാണ് ഇത് ഇട്ടതിന് ശേഷം കഴുകണമെന്ന്. സോ നോ, കഴുകരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇനി വരുന്ന ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ കണ്ടാലാണ് എനിക്കും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണമുള്ളൂ. സോ അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.